ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, മുമ്പുകാലത്തിലെ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുക. പഴയ നിയമത്തെ ഇല്ലാതാക്കാനല്ല, അതിനെ പുതുതായിട്ട് വ്യാഖ്യാനിക്കാനാണ് ഈശോ വന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പിതാവിന്റെ പരിപൂർണതയിലേക്ക് നമ്മളെല്ലാവരും നടന്നെടുക്കുക. പഴയ നിയമത്തിലെ വ്യാഖ്യാനങ്ങൾ പിതാവിന്റെ സ്നേഹത്തിന്റെ പരിപൂർണതയുടെ ആ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുക. അതാണ് ഈശോ ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള കൽപ്പനകളെല്ലാം തന്നെ പുതിയ ഒരു വെളിച്ചം കർത്താവ് നൽകുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈശോ ലക്ഷ്യം വയ്ക്കുന്നത്? മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക, മെച്ചപ്പെട്ട മനുഷ്യനാക്കുക, മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക. അതാണ് പിതാവിന്റെ ആ സ്നേഹത്തിലേക്കും പൂർണ്ണതയിലേക്കും എത്താനുള്ള വഴി എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല മനുഷ്യനാകുക, വിശുദ്ധനാകുക, ഇതാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുക, കണ്ണുകളുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ തിന്മയിൽ നിന്ന് മാറി നടക്കണം, തിന്മയിൽ നിന്ന് അകലം പാലിക്കണം. അവിടെയാണ് നമ്മൾ കണ്ണുകളുടെ ആ ഒരു വിശുദ്ധിയെ പറ്റിയൊക്കെ പറയുക. തീർച്ചയായിട്ടും അവിടെ പറയുന്ന കാര്യം, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രത്യേകമായിട്ട് ആ കൽപ്പനയുടെ ഗൗരവമായ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തിന്മയെ, പാപത്തെ എല്ലാ വിധത്തിലും ഒഴിവാക്കണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. അപ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ, നന്മയിലേക്കുള്ള നടന്നെടുക്കല് ചിലപ്പോഴൊക്കെ നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, ചില ശൈലികൾ ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ചിലത് വിട്ടുപേക്ഷിക്കാൻ പറയുന്നു. മാധ്യമത്തിന്റെ ഉപയോഗം, മാധ്യമ രംഗം നമുക്കറിയാം ഇന്ന് ഒരുപക്ഷെ മനുഷ്യനെ തിന്മയിലേക്ക് കൂടുതൽ നയിക്കാം. അപ്പോൾ മാധ്യമങ്ങൾ, ടിവിയും ഇന്റർനെറ്റും ആയിട്ടുള്ള കാര്യങ്ങളുടെ ഉപയോഗം, വിവേകപൂർണമായ ഉപയോഗം ആണ് കർത്താവ് ആഗ്രഹിക്കുക. പലപ്പോഴും ഇന്നത്തെ ലോകത്തില് അതില് വീണുപോകുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൽപ്പന പറയുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവ് ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ, കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാകാൻ നമ്മോട് പറയുമ്പോൾ ചില ധനസമ്പാദന മാർഗങ്ങൾ വിട്ടുപേക്ഷിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. ചില ബന്ധങ്ങൾ, ആരോഗ്യപരമല്ലാത്ത ചില ബന്ധങ്ങൾ വിട്ടുപേക്ഷിക്കാൻ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ നന്മയിലേക്കും കൂടുതൽ കൃപകളിലേക്കും കൂടുതൽ വിശ്വസ്തതയിലേക്കും നടന്നെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കണ്ണുകളുടെ ഉപയോഗത്തെ, നമ്മുടെ വസ്തുക്കളുടെ ഉപയോഗത്തെ ഒക്കെ ഒന്ന് വിലയിരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ നോമ്പുകാലം എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുക വിവാഹമോചനത്തെ പറ്റിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. വിവാഹമോചനം കടന്നു വരിക ദാമ്പത്യ അവിശ്വസ്തതയിൽ നിന്നാണ്, നമുക്കറിയാം. ഇതിന് സമാനമായ ടെക്സ്റ്റ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യമാണ്. അതിൽ പ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ഹൃദയകാഠിന്യത്തെ പറ്റിയിട്ടാണ് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ നൈർമല്യം ഒരു ഭാഗത്ത്, ഹൃദയത്തിൻ്റെ കാഠിന്യം ഒരു ഭാഗത്ത്. ദാമ്പത്യ വിശ്വസ്തതയെ നിലനിർത്തുന്ന ഒരു പാക്കേജ് ഓഫ് വെർച്യൂസ്, നന്മയുടെ അല്ലെങ്കിൽ കൃപകളുടെ ഒരു പാക്കേജ്, അതെന്താണ്? ക്ഷമിക്കാൻ പരസ്പരം ദമ്പതികൾ തയ്യാറാകുന്ന അവസ്ഥ, മറക്കാനും പൊറുക്കാനും ഉള്ള നല്ല മനസ്സ്, പരസ്പരം മാനിക്കുന്ന സ്വഭാവം, ഹൃദയം തുറന്ന് സംസാരിക്കുന്ന മനോഭാവം, ഇതാണ് നമുക്ക് വേണ്ടത്. മറുഭാഗത്ത് ചിലപ്പോഴൊക്കെ സംശയം, അത് കലഹത്തിലേക്കും ചിലപ്പോഴെങ്കിലും അസഭ്യ വാക്കുകളിലേക്കും അങ്ങനെ വിവാഹമോചനത്തിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ കൃപയുടെ നിറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അവിശ്വസ്തത നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ കൃപയിൽ വളരുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങളിൽ വളരുക, ദമ്പതിമാർ വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുവിശേഷം വായിക്കുമ്പോൾ
മൂന്നാമത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നിൽക്കുന്നത്? മൂല്യങ്ങളോട് ചേർന്ന് പോകുന്നതാണോ? ആ മൂല്യങ്ങളോട് ചേർന്ന് പോകുന്ന നല്ല മനസ്സും നല്ല ഹൃദയവും ഉണ്ടെങ്കിൽ അത് ദൈവത്തോടൊപ്പമാണ്. നമ്മളതിനെ ഒരുക്കുന്ന എൻവയൺമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വായിക്കുന്നത്? എൻ്റെ ഹൃദയത്തിനും എൻ്റെ മനസ്സിനുമൊക്കെ ഞാൻ കൊടുക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? അത് വായനയാകാം, ദൃശ്യങ്ങളാകാം, സംഭാഷണങ്ങളാകാം, പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ടോ? ഇങ്ങനെ എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തെ ശരിക്കും ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത. വലിയ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വിശുദ്ധനായിട്ടുള്ള ജെസ്യൂട്ട് സഭയുടെ സ്ഥാപകനായിട്ടുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് സ്പിരിച്വൽ എക്സസൈസസ്. അദ്ദേഹം അതിൽ കൺസൊലേഷൻ, ഡിസൊലേഷൻ എന്നുള്ള അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ അവസ്ഥകൾ. കൺസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആശ്വാസമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹവും പ്രത്യാശയും വിശ്വാസവും സമാധാനവും നിറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നാണ്. മറിച്ച് ഡിസൊലേഷൻ എന്ന് പറയുന്നത് അസ്വസ്ഥതയാണ്, കൺഫ്യൂഷനാണ്, ഉള്ളിലേക്കുള്ള വലിഞ്ഞ് പോകുന്നതാണ്, അന്തർമുഖനാകുന്നതാണ്, അലസതയാണ്. ഇതൊക്കെയാണ് ഡിസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസത്തിനും ദൈവികമായ പ്രചോദനങ്ങൾക്കും കാത്തിരിക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക, നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ആ ദൈവസന്നിധിയിൽ ആക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ലേഖനത്തിൽ ശ്ലീഹ തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ തിമോത്തിയോസിന് നൽകുന്ന ആ സന്ദേശം ഇതുതന്നെയാണ്. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകന്ന് നിന്റെ ഹൃദയത്തെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തെ ആ നിലയിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പം നിന്റെ ഹൃദയത്തിൽ നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും നിറയ്ക്കുക. തുടർന്ന് ശ്ലീഹ പറയുന്നു, സൗമ്യത അഭ്യസിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണഗണങ്ങൾ നമുക്ക് അഭ്യസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ കർത്താവിനോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ മനസ്സിനെയും മനോഭാവങ്ങളെയും ഹൃദയ നിലത്തെയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഈശോയ്ക്കിഷ്ടമായ വിധത്തിൽ ഒരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.